കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഫലാഹിയ അറബി കോളേജ് എന്ന് പറഞ്ഞ എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു അറബി മത പഠനശാലയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ ഈ എല്ലാ വർഷവും വാർഷിക സമ്മേളനങ്ങൾ ഉണ്ടാകും. അവിടെ എന്ന് വെച്ചാൽ ഞാൻ UK അബു സഹലയെ ആദ്യമായി കണ്ടിട്ടുള്ളത്. കുറച്ചും കൂടി പ്രായം ചെന്നതിന് ശേഷം അവിടെ നടന്ന മദ്രസ വിദ്യാർത്ഥികളുടെ ഒരു നാടകം, ഉമ്മ എന്നൊരു നാടകം കളിച്ചിരുന്നു. ആ നാടകത്തില് ഉമ്മ മരിച്ചുപോയ കുട്ടി രാത്രി ഉമ്മാനെ കാണാതെ വീട്ടിൽ നിന്നും തനിയെ പുറത്തിറങ്ങുന്നതും ഉപ്പ പിടിച്ചു കൊണ്ടുപോകുന്നൊക്കെയുള്ള എന്നെ അന്നത്തെ കാലത്ത് അതിന്റെ വൈകാരികത കൊണ്ടും അതിന്റെ നാടകീയത കൊണ്ടും അഗാധമായി സ്പർശിച്ച ഒരു നാടകമായിരുന്നു അത്. അങ്ങനെ ഈ വാപ്പ രണ്ടാമത് വിവാഹം കഴിക്കുന്നു, കുട്ടിയെ ശ്രദ്ധിക്കാൻ ആളില്ലാതാകുന്നു, ഒരു മൂത്ത സഹോദരനും അനുജത്തിയും വീട്ടിൽ ഒറ്റപ്പെടുന്നു. അങ്ങനെ ഈ രണ്ട് കുട്ടികൾ, ഇക്കയും അനുജത്തിയും കൂടെ ഖബർസ്ഥാനിലേക്ക് പോയിട്ട് പാടുന്നൊരു പാട്ടുണ്ട്. ഉമ്മാന്റെ ഖബറിലും ഞങ്ങളുടെ കരളിലും ഇരുളല്ലേ കൂരിരുളല്ലേ എന്നാണ് ആ വരികൾ. നമ്മുടെ ഈ കവിതയുടെ ജീവചരിത്രം എന്ന പുസ്തകത്തില് കവിതയുടെ ഒരു ബോധോദയം കിട്ടുന്ന സംഗതിയെ കുറിച്ച് കൽപ്പറ്റ നാരായണൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വെളിപാട് കിട്ടുന്ന ആ നിമിഷം തൊട്ടാണ് ഒരാൾ കവിതയിലേക്ക് കയറിപ്പോവുക എന്ന്. ഉമ്മയുടെ കരളിലും ഉമ്മയുടെ കബറിലും ഞങ്ങളുടെ കരളിലും ഇരുളല്ലേ എന്ന ഈ സമീകരണത്തിലെ ഒരു കവിത എന്നെ വിടാതെ പിന്തുടരുകയും അവിടെ വെച്ച് കവിതയിലേക്ക് ഞാൻ പ്രവേശിക്കുകയും ചെയ്ത് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. ആ കവിതയിലേക്ക് പ്രവേശിപ്പിച്ച മനുഷ്യനായിരുന്നു റഹ്മാൻ മുന്നൂർ. പിന്നീടാണ് ഞാൻ അറിയുന്നത്, പിന്നീട് ശാന്തപുരം ഇസ്ലാമിയ കോളേജ് പഠിക്കുമ്പോഴാണ് ആ നാടകം എഴുതിയത് റഹ്മാൻ മുന്നൂർ ആണ് എന്നും ആ നാടകത്തിലെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെതായിരുന്നു എന്നൊക്കെ ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ പാട്ടുണ്ട്. അതിസുന്ദരമായ കവിതകളും വളരെ പ്രൊസൈക്കായ പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നേരത്തെ PT കൂടെ പറഞ്ഞു. പക്ഷെ ആ സുന്ദരമായ ഗാനങ്ങൾ അതിന്റെ കവിതയുടെ ഭാരം കൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കവിതകളാണ്. നേരത്തെ സണ്ണി കപ്പിക്കാട് ഇവിടെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ചില വിഭാഗത്തിൽപ്പെട്ട എഴുത്തുകാർ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ നിന്നും നമ്മുടെ എഴുത്തു വ്യവഹാരങ്ങളിൽ നിന്നും അപ്രത്യക്ഷരായി പോകുന്നത്? അതെന്തുകൊണ്ട് ചില വിഭാഗത്തിൽപ്പെട്ട എഴുത്തുകാർ മാത്രം അങ്ങനെ ആകുന്നു? ഇതിനൊരു തെളിവ് റഹ്മാൻ മുന്നൂരാണ്. വിക്കിപീഡിയയിൽ കുറെ കാലമായി 2021 വരെ റഹ്മാൻ മുന്നൂര് എന്ന ലേഖനം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആ ലേഖനം സെർച്ച് ചെയ്ത് നോക്കിയാല് വിക്കിപീഡിയ ഒഴിവാക്കുന്ന തലക്കെട്ടുകൾ എന്ന ഭാഗത്താണ് റഹ്മാൻ മുന്നൂരിനെ കാണുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സംവാദം നടത്താം. അതിന്റെ സംവാദത്തിന്റെ പേജിലാണ് ഇപ്പോൾ അതുള്ളത്. എന്തുകൊണ്ട് റഹ്മാൻ മുന്നൂരിനെ വിക്കിപീഡിയ പേജിൽ നിലനിർത്തണം എന്നതാണ് ആ സംവാദം. 2021 മുതൽ ആ സംവാദം നടക്കുന്നുണ്ട്. 2 പേർ മാത്രമേ അതിൽ ഇടപെട്ടിട്ടുള്ളൂ. അത് വിക്കിപീഡിയ എഡിറ്റർമാർക്ക് മാത്രമേ ഇടപെടാൻ കഴിയുള്ളൂ. ആ സംവാദത്തിൽ സംവാദം പേജ് എന്നാണ് അതിന് പറയാം. അതിൽ ചോദിക്കുന്നുണ്ട്, സുഹൈർ അലി തിരുവാഴംകുന്ന് എന്ന നമ്മുടെ സുഹൃത്ത് തന്നെ കഴിഞ്ഞ ഉയരെഴുത്തിൽ ക്ലാസ് എടുത്ത സുഹൃത്താണ് ആ ചോദ്യം ചോദിക്കുന്നത്. എന്തുകൊണ്ട് റഹ്മാൻ മുന്നൂരിനെ നിങ്ങൾ ഒഴിവാക്കുന്നു? അതിൽ വിക്കിപീഡിയ ജനറൽ എഡിറ്റർമാർ പറയുന്ന മറുപടി, പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിലൊന്നും ഇദ്ദേഹത്തിന്റെ പേര് കാണുന്നില്ല. അപ്പോൾ സുഹൈർ അലി മറുപടി പറയുന്നു, ആരാണ്? മലയാള മനോരമ, മാതൃഭൂമി, യുവസരണി, പ്രബോധനം, മാധ്യമം തുടങ്ങിയ പേരുകളിലുള്ള കേരളത്തിലെ വളരെ പ്രസിദ്ധമായ പത്രങ്ങളിലൊക്കെ ലേഖനങ്ങൾ എഴുതുകയും ധാരാളം 20-ലധികം പുസ്തകങ്ങൾ എഴുതുകയും അതിൽ 10-ലധികം പുസ്തകങ്ങൾ അറബിയിൽ നിന്നും മലയാളത്തിൽ നിന്നും ഉറുദുവിൽ നിന്നും അറബിയിൽ നിന്നും ഉറുദുവിൽ നിന്നുള്ള മലയാളത്തിലേക്കുള്ള വിവർത്തനങ്ങളാവുകയും 800ഓളം പാട്ടുകൾ രചിക്കുകയും ഒട്ടേറെ നാടകങ്ങൾ എഴുതുകയും ചെയ്ത ഒരാൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും റെഫറൻസ് ഇല്ലാത്ത ആളായി പോകുന്നത് എന്ന്?
അതാണ് സുഹേറിൽ ചോദിക്കുന്ന ചോദ്യം. പക്ഷെ അതിന് മറുപടി ഒന്നും വിക്കിപീഡിയ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ റഹ്മാൻ മുന്നൂര് നേരത്തെ സണ്ണിയം കവിക്കാട് പറഞ്ഞതുപോലെ നമ്മുടെ എഴുത്തു ലോകം പെട്ടെന്ന് മറന്നു കളയേണ്ട, ഒഴിവാക്കപ്പെടേണ്ട പേജുകളിൽ നിർത്തേണ്ട ഒരാളാണ്. തനിമക്ക് കൂടി അതിന് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തനിമ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് തനിമ നടത്തുന്ന, വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സരത്തിന് റഹ്മാൻ മുന്നൂര് അനുസ്മരണ മത്സരം എന്ന് പേര് കൊടുക്കാൻ കാരണങ്ങളിൽ ഒന്ന്, വിക്കിപീഡിയ ഒരു പേജിൽ നിന്ന് ഒരു പേര് നീക്കം ചെയ്യാനുള്ള ചില അൽഗോരിതങ്ങളുണ്ട്. അതിലൊന്ന്, ഒരു വർഷം മിനിമം ഇത്ര പേരെങ്കിലും ആ പേര് സെർച്ച് ചെയ്തിരിക്കണമെന്ന്. റഹ്മാൻ മുന്നൂര് എന്ന പേര് നമ്മൾ സെർച്ച് ചെയ്യാത്തിടത്തോളം കാലം ആ പേര് അങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കും എന്നാണ്. അതാണ് നേരത്തെ ദലിത് ചിന്തകരൊക്കെ പറയുന്ന കാര്യം. എന്താണ് സ്മാരകങ്ങൾ എന്തിന്? നമ്മളൊക്കെ എപ്പോഴും പറയില്ലേ, കാക്ക തൂറുന്ന പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? കാക്ക തൂറുന്ന പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമുണ്ട് എന്നാണ്. സ്മാരകങ്ങൾ ആവശ്യമാണ്. ചിലത് സ്ഥാപിക്കാനും ചിലരുടെ ഓർമ്മ നിലനിർത്താനും ചില പേരുകളെ കുറിച്ച് ആളുകൾ അന്വേഷിക്കുവാനുമാണ് റോഡിനും വീടിനും സ്ഥാപനങ്ങൾക്കും ബിൽഡിങ്ങുകൾക്കും നാടുകൾക്കും ആളുകളുടെയും മറ്റും പേരുകൾ നൽകുന്നത്. അപ്പോൾ ഒരു മത്സരത്തിന് റഹ്മാൻ മുന്നൂര് അനുസ്മരണ വിവർത്തന ലേഖന മത്സരം എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ പേരിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, അന്വേഷിക്കാനുള്ള ഒരു വഴി നൽകലാണ്, ആ പേര് എഴുത്തിലും ഭാഷയിലും നിലനിർത്താനുള്ള ഒരു ശ്രമമാണ്. കാരണം അത് അനിവാര്യമാണ് എന്ന് വിചാരിക്കുന്നു. രഘുനാഥൻ പറളി സാറ് ധാരാളമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. 20ഓളം പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിന്. അതിൽ പലതും വിവർത്തനങ്ങളാണ്. മലയാള നിരൂപണ രംഗത്ത് ധാരാളമായി ഇടപെട്ട ഒരാളാണ്. അദ്ദേഹത്തെ പോലെ തന്നെ എഴുത്തുമേഖലയിൽ നിലനിന്നിരുന്ന ഒരാളാണ് റഹ്മാൻ മുന്നൂരു. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വമായി തനിമ ഈ വേദിയെ കാണുന്നു. റഹ്മാൻ മുന്നൂര് സ്മാരക മത്സരത്തിന് സമ്മാനം കൊടുക്കാൻ രഘുനാഥൻ പറളയെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ വരിക എന്നത് അതിന്റെ സന്തോഷത്തിന്റെ ഒരു അവസരമാണ്. കാരണം വിവർത്തനമാണ് ഈ അവാർഡിന് പരിഗണിച്ച എഴുത്തു രംഗം. വളരെ കുറഞ്ഞ പ്രതികരണമേ വന്നിട്ടുള്ളൂ. അതിനൊരു കാരണമുണ്ട്. നമ്മൾ മാപ്പിളപ്പാട്ട് രചനാ മത്സരം വെച്ചു, 175ഓളം രചനകളാണ് വന്നത്. ഫോട്ടോഗ്രാഫി വെച്ചിട്ടുണ്ട്, കാർട്ടൂൺ വെച്ചിട്ടുണ്ട്, തിരക്കഥ വെച്ചിട്ടുണ്ട്, കവിത വെച്ചിട്ടുണ്ട്, കഥ വെച്ചിട്ടുണ്ട്, ചെറുകഥ മിനിക്കഥയും വെച്ചിട്ടുണ്ട്. അതിനൊക്കെ 100 കണക്കിന് രചനകളാണ് വന്നിരുന്നത്. വിവർത്തകരില്ലാത്തത് കൊണ്ടാണോ ഇത്? വിവർത്തനങ്ങൾ കിട്ടാത്തത് കൊണ്ടാണോ ഇത്? സ്ത്രീകളായ ഒരാൾ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ഒരു 10ലേറെ രചനകളെ കിട്ടിയിട്ടുള്ളൂ. അതിൽ സ്ത്രീകൾ ഒരാളേ ഉള്ളൂ. സാധാരണ കവിതാ രചന മത്സരം നടത്തിയാൽ 3/4 പങ്കും സ്ത്രീകളായിരിക്കും. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ എഴുത്തു രംഗത്തിൽ വിവർത്തനം ഇങ്ങനെ ഒരു അരികിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള ചോദ്യം കൂടെ ഈ മത്സരത്തിന് ശേഷം നമുക്ക് ബോധ്യമായ ഒരു സംഗതിയാണ്. വിവർത്തന ലേഖന മത്സരത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയാൻ തോന്നിയ കാര്യം, റഹ്മാൻ മുന്നൂര് ഉറുദുവിൽ നിന്നും അറബിയിൽ നിന്നും ധാരാളമായി വിവർത്തനങ്ങൾ നടത്തിയ ഒരാളാണ്. മലയാളത്തിൽ വിവർത്തന സാഹിത്യത്തെ പഠിപ്പിക്കുന്ന ഒരാൾ കൂടെയാണ് ഞാൻ. വിവർത്തന സാഹിത്യത്തെ പരിചയപ്പെടുത്തുമ്പോൾ എപ്പോഴും നമ്മൾ പറയാനുള്ള ഒരു സംഗതി, ഇംഗ്ലീഷിൽ നിന്നുള്ള വിവർത്തനങ്ങൾ മാത്രം, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ നിന്നുള്ള വിവർത്തനങ്ങൾ മാത്രം, ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള വിവർത്തനങ്ങളെ കഷ്ടി, പിന്നെ റഷ്യൻ ഭാഷകളിൽ നിന്നുള്ള ചില വിവർത്തനങ്ങളെ ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്താറുള്ളൂ. മലയാളത്തിന്റെ വിവർത്തന ചരിത്രത്തിൽ ഒരു വലിയ പങ്ക് അറബിയിൽ നിന്നും ഉറുദുവിൽ നിന്നുള്ള വിവർത്തനങ്ങളാണ്. പക്ഷെ അതിന് വളരെ കുറച്ചേ പരിഗണിക്കാറുള്ളൂ. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ വിവർത്തന ലേഖന മത്സരത്തെ ഈ ഭാഗം ഈ വർഷം സ്വീകരിച്ചത്. ഈ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയത് AK ഗോപാലന്റെ പാർലമെന്റ് പ്രസംഗങ്ങൾ സമാഹരിച്ചതിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു ലേഖനം, ഞങ്ങൾ ഒരിക്കലും ഭരണവർഗങ്ങൾക്ക് കീഴടങ്ങുകയില്ല എന്ന ലേഖനം മാധ്യമം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച വിവർത്തന ലേഖനമാണ്. അത് എഴുതിയ KP മൻസൂർ അലിയാണ് 1ാം സമ്മാനം നേടിയത്. 2ാം സമ്മാനം നേടിയത് പ്രസിദ്ധ ആഗോള ഇസ്ലാമിക ചിന്തകൻ ഒമാമിർ അഞ്ചും എഴുതിയ മർദ്ദവരിലുള്ള പാഠങ്ങൾ എന്ന ഒരു ലേഖനത്തിന്റെ വിവർത്തനമാണ്. അത് എഴുതിയത് ബാസിൽ PA. അദ്ദേഹം ഇവിടെ ഹാജരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതിനിധി സമ്മാനം സ്വീകരിക്കും. 3ാം സമ്മാനം നേടിയത്
ഒമർ സുലൈമാൻ എഴുതിയ കൊളോണിയൽ ചരിത്രത്തിൽ പേരുന്ന സയനിസ്റ്റുകൾ എന്ന ഇംഗ്ലീഷ് ലേഖനത്തിന്റെ വിവർത്തനമാണ്. അബൂബക്കർ MA എന്ന സുഹൃത്താണ് ആ സമ്മാനം നേടിയത്. ഈ 3 വിവർത്തനങ്ങളും ഒരുപക്ഷെ നമുക്ക് കിട്ടിയ 10 വിവർത്തനങ്ങളും രചന കൊണ്ട് മികച്ചതായിരുന്നു. അതിലൊന്ന് തമിഴിൽ നിന്നുള്ള സുന്ദരമായ ഒരു വിവർത്തനമായിരുന്നു. ആ വിവർത്തനം പരിഗണിക്കാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം അത് വിവർത്തനത്തിന്റെ സംക്ഷിപ്ത രൂപമായിരുന്നു, പൂർണ്ണമായ വിവർത്തനമായിരുന്നില്ല എന്നതുകൊണ്ടാണ്. മറ്റൊരു വിവർത്തനം വന്നത് വീഡിയോ പ്രസന്റേഷൻ മാതിരിയാണ്, ലേഖനമായിട്ടല്ല. അങ്ങനെ ചില വിവർത്തനങ്ങളെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും അവസാന ഘട്ടത്തിൽ വന്ന 5 രചനകളും മികച്ച വിവർത്തനങ്ങളും മികച്ച തെരഞ്ഞെടുപ്പുകളുമായിരുന്നു. സമ്മാന ദാനം നടത്തുന്നതിന് വേണ്ടിയിട്ട് രഘുനാഥൻ സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി KP മൻസൂർ അലിയെയും ക്ഷണിക്കുന്നു. ബാസിൽ PAക്കുള്ള 2ാം സ്ഥാനം നേടിയ ബാസിൽ PAക്കുള്ള സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രതിനിധി മഹ്ഷൂറിനെ ക്ഷണിക്കുന്നു. മൂന്നാം സമ്മാനം നേടിയത് അബൂബക്കർ MA ആണ്. അദ്ദേഹത്തിനുള്ള സമ്മാനവും മഹ്ഷൂർ ഏറ്റുവാങ്ങും.